ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ, ഒരു മീൻകറിയാണ്. അപ്പോൾ നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറേ നാൾ കൂടിയാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ എനിക്ക് തോന്നിയത് തേങ്ങ അരച്ച മീൻകറി പലരും പല രീതിയിലൊക്കെ വെക്കും, ഈ രീതിയിലും പലരും വെക്കുന്നതായിരിക്കും. പക്ഷേ ഞാനിങ്ങനെ വെക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി, അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിത് വീഡിയോ ഇടുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ചിരണ്ടിയതാണ്, ഒരു മീഡിയം സൈസ് തേങ്ങ, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടി, അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത്രയും സാധനം എടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഇനി ഇത് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പേസ്റ്റായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം, എങ്കിലും മാത്രമേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ടൊന്ന് അരഞ്ഞു വരട്ടെ. ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇടുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇടുന്നത് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് ഉലുവ. ഇത് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്, കുറേ ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറ്റം വരുത്തണ്ട, ലൈറ്റായിട്ട് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ജീരകം, ഉള്ളി, ഉലുവ ഇത് മൂന്നും ഈ തേങ്ങയിൽ കൂടെ നന്നായിട്ട് അരഞ്ഞു വരണം. നല്ല പേസ്റ്റായിട്ട് അരഞ്ഞാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ്. അപ്പോൾ ഞാനിത് നോക്കട്ടെ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ജീരകത്തിൻ്റെ ഉലുവയുടെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മീൻകറി എന്ന് വെച്ചാൽ എത്ര കൊഴുപ്പ് വേണോ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മൾ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1/2 ഉള്ളി മതി, അതിൻ്റെ ആവശ്യമുള്ളൂ, ഒരു 1/2 ഉള്ളി. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയത്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ടിടാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളിയാണ്, അത് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും നോക്കി നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ഒരു തിള വരുന്നിടം വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മസാലയൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. അപ്പോൾ ഇതേ മസാലയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയായിരുന്നു ഇട്ടിരുന്നത്, കാരണം ഈ മസാലയുടെ പച്ചമണം എല്ലാം പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതുകൊണ്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ തിളപ്പിച്ചത്. ഇനി നമുക്കത് ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം ഈ മസാല, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂ. അതോടൊപ്പം തന്നെ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ തിളയ്ക്കുന്ന ടൈമിൽ കറിവേപ്പില ഇട്ടാൽ നല്ല സ്മെല്ലായിരിക്കും. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി ഈ ടൈമിൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വാളംപുളിയാണ്. അപ്പം പുളിവെള്ളവും കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ തിളച്ച് വരണം. ഇത് തിളച്ച് കുറുകിയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിലുള്ള തക്കാളി അധികം വെന്തുടയാണ്ട് നോക്കണം. ഈ തക്കാളി അധികം വെന്തുടഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കുറവായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. തക്കാളി അധികം വേകാണ്ട് നോക്കണം. ഈ ടൈമിൽ നമുക്ക് പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കാണും. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഈ മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ഒത്തിരി സ്പൂണിട്ട് ഇളക്കാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഈ മീനൊക്കെ വേകുന്നതാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കിയെടുക്കുന്നതിന് പകരം നമുക്ക് ഈ പാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് സ്പൂണ് സൈഡിൽ കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ മസാലയുടെ പച്ചമണം നന്നായി മാറി നല്ലൊരു കറിയുടെ മണം വന്നു തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഒരു ബിഗിനേഴ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. ഒത്തിരി മീൻകറി എക്സ്പേർട്ടുകളൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊക്കെ ആദ്യമേയൊക്കെ പറ്റിയതാണ്. കാരണം മസാല റെഡിയായി അതിൻ്റെ ഒപ്പം തന്നെ മീനും ഇട്ട് കൊടുത്തു, പിന്നെ അത് ആകെ കുളമായി. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ ബിഗിനേഴ്സിന് വരും. നമ്മളെപ്പോലെ കുറച്ചൊക്കെ മീൻകറിയൊക്കെ വെച്ച് പരിചയമുള്ളവർക്ക് വരില്ലായിരിക്കാം, അല്ലാത്തവർക്ക് വരാം. അവർക്ക് വേണ്ടി മാത്രമാണ്. എനിക്കൊക്കെ അങ്ങനത്തെ അബദ്ധങ്ങൾ ഒത്തിരി പറ്റിയിട്ടുണ്ട്. കറിയൊക്കെ വെച്ച് പഠിക്കുന്ന ടൈമിൽ മസാല അരപ്പ് റെഡിയായി അതിൻ്റെ ഒപ്പം തന്നെ മീനും കൂടി ഇട്ടിട്ട് വെക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ അതൊക്കെ ആ ടൈമിലൊക്കെ നമുക്കറിയില്ല, ആരും പറഞ്ഞു തരാനൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഒത്തിരി യൂട്യൂബ് നോക്കിയുള്ള ശീലമില്ലായിരുന്നു. അതിനൊക്കെ ശേഷമാണ് നമ്മളൊക്കെ യൂട്യൂബൊക്കെ വാച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ മീൻകറി നന്നായി തിളച്ച് ആവശ്യത്തിന് കുറുകി നന്നായി എണ്ണയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് താളിച്ചൊഴിക്കാണ്ട് പോവുകയാണ്.
അപ്പം ഉള്ളി താളിക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു ചെറിയ പാൻ നന്നായി എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ താളിക്കാൻ വേണ്ടി എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഏത് ഉള്ളി വേണമെങ്കിലും എടുക്കാം. പക്ഷേ ചെറിയ ഉള്ളി ആണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒരു പിടിയുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാണ്ട് ടൈം കൊടുക്കുക. അതോടൊപ്പം തന്നെ നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കരിയാൻ പാടില്ല. നന്നായിട്ട് വഴറ്റി ഈ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മുടെ മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മീൻകറി വെച്ച പാത്രത്തിൽ നിന്ന് ഒരിക്കലും മീൻകറി അതേ ടൈമിൽ തന്നെ മാറ്റാൻ വേണ്ടി പാടില്ല. കുറച്ച് ടൈമിന് അതിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ചിലരൊക്കെ മൺചട്ടിയിലൊക്കെ വെക്കും, അതൊക്കെ ഒത്തിരി നല്ല ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വെച്ച പാത്രത്തിൽ തന്നെ കുറേ നേരം വെക്കും. എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് എനിക്കെപ്പോഴും ഫീൽ ആവാറുള്ളൂ. അപ്പോൾ ഇതേ താളിച്ചതെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഈസിയാണ്, എന്നാൽ ടേസ്റ്റിയാണ്. അപ്പം ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്